പ്രൈസ് ദി ലോർഡ്. കരുണയിൻ സാഗരമേ, ശോകക്കൊടുമ്പയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുൾക കൃപയരുൾക, അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കർത്താവിനെ ഉയർത്തുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭക്തൻ, ഒരു ദൈവത്തെ അറിഞ്ഞ ദൈവപൈതൽ, യേശുവിനെ അറിഞ്ഞ ഒരു പൈതലിനോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുവാൻ. സുവിശേഷം എന്ന സദ്വർത്തമാനമെന്ന് എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും പറഞ്ഞ് ആമേനെ കേൾക്കുന്നവർ കേൾക്കുന്നുണ്ട്. എന്നാൽ ഓരോ ദൈനംദിന ജീവിതത്തിൽ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊക്കെ സദ്വർത്തമാനമാണോ? യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മാനവരാശിയുടെ പാപത്തിനായി. ആമേൻ. ഒരു ബലി എല്ലാ ഇതിലും പറയുന്നു, മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഒരു ബലിയാട്. അത് തിരുവചനപ്രകാരം, എൻ്റെ ബൈബിൾ വചനപ്രകാരം കർത്താവ് മഹാദൈവം, ഏക സത്യ നിത്യദൈവമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ നാഥൻ മാനവരാശിയുടെ പാപത്തിനായി തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. മറിയത്തിൻ്റെ വയറ്റിൽ എൻ്റെ കർത്താവ് ആമേൻ ജനിച്ചു. ഈ ഭൂമിയിലിരുന്ന് ആമേൻ തിരുവചനം പറയുന്ന കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അത് പുസ്തകങ്ങളിലൊന്നും ഒതുങ്ങുകയില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദര, എൻ്റെയും നിൻ്റെയും പാപത്തിന് വേണ്ടി നീ ആമേൻ നിൻ്റെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നീ ചിന്തിച്ച ചിന്തകൾക്ക് വേണ്ടി ആമേൻ മുൾമുടി തമ്പുരാൻ്റെ തലയിൽ ആമേൻ അടിച്ചു. അതിൽ നിന്നൊഴുകിയ രക്തം നിൻ്റെ പാപത്തെ പൂക്കുന്നതാണ്. നീ കരങ്ങൾ കൊണ്ട് ചെയ്തെടുക്കുന്ന ദുഷ്ടപ്രവർത്തികൾക്ക് എൻ്റെ തമ്പുരാൻ്റെ കരങ്ങളിൽ ആണിയടയ്ക്കപ്പെട്ടു. ആ തിരിച്ചുവരയാൽ ആമേൻ എനിക്കും നിനക്കും ആമേൻ മോചനമുണ്ട്. നീ നടന്ന് ചെയ്യുന്ന നിൻ്റെ ആമേൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ, അതിനായി ഓടുമ്പോൾ ലോകത്തിൻ്റെ മോഹത്തിൽ നിൻ്റെ കാലുകൾ ആമേൻ നടക്കുമ്പോൾ നിൻ്റെ പാപത്തെ പോക്കുവാൻ കർത്താവിൻ്റെ ആമേൻ കാലുകളിൽ കാരിരുമ്പാണികൾ അടിച്ചു. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ രക്തം നിൻ്റെ സകല പാപത്തെയും പോക്കി ആമേൻ തിരുവചനം പറയുന്നു നിന്നെ ശുദ്ധി ചെയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ ആമേൻ കർത്താവ് ഹല്ലേലൂയ ആമേൻ ഞാൻ പോയതുപോലെ വീണ്ടും വരാം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അരുമനാഥൻ വീണ്ടും വരാൻ പോകുന്നു. ആമേൻ. സത്യസുവിശേഷം ഹല്ലേലൂയ, സത്യവേദ പുസ്തകം ബൈബിൾ വിളിച്ചു പറയുന്നു യേശു വരാൻ കാലമായി, ഒരുങ്ങിക്കൊള്ളാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളോട് ഞങ്ങൾ സ്നേഹത്തോടെ വിളിച്ചു പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല, നഷ്ടപ്പെടുത്തരുത്, നാശപ്പെടുത്തരുത്. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്തിൽ നിന്ന്? ആമേൻ. നിത്യനരകത്തിൽ നിന്ന്, നിത്യാഗ്നിയിൽ നിന്ന്. ആമേൻ. ദൈവത്തെ ആമേൻ ഉയർത്തുവാൻ ആമേൻ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മഹാബലിയായ, അതായത് മാവേലിയല്ല, മഹാബലിയായ എൻ്റെ യേശു രക്ഷകൻ ജീവിക്കുന്നു. യേശു കർത്താവ് വരാറായി. ഒരുങ്ങാം, കാത്തിരിക്കാം. വിശുദ്ധനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ എന്നെ ഒരുക്കിയ ദൈവം നിന്നെയും ഒരുക്കട്ടെ. ആമേൻ. ആ സത്യത്തിലേക്ക് കടന്നു വരുവാൻ നിന്നെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, കർത്തനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. അതെ, ഏതാപത്തിലും ഏത് രോഗത്തിലും ഏത് പാപത്തിലും ഏത് ശാപത്തിലും രക്ഷിക്കുവാൻ എൻ്റെ യേശു മതിയായവനാണ്. അനുഭവിച്ചറിഞ്ഞാണ്. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമാ
രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. ആമേൻ. സ്തോത്രം.